പോലീസിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. താനും സുഹൃത്തുക്കളും പ്രതികളായ കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടാനാണ് വെല്ലുവിളി. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സന്ദേശം അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് നേരെയും ഒരു വെല്ലുവിളി ഉണ്ടായിരിക്കുകയാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിൽ ഉണ്ടായിരുന്നത് കോതമംഗലം ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഉണ്ടായിരുന്നത്. തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോളൂ, അല്ലാതെ താൻ വന്നിനി കീഴടങ്ങില്ല. നേരത്തെ കീഴടങ്ങാൻ വേണ്ടി കരുതിയിരുന്നതാണ്. പക്ഷേ ഈ CIയുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ പ്രകോപനപരമായ പെരുമാറ്റം കൊണ്ട് ഇനി കീഴടങ്ങുന്നില്ല, കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്നുള്ളതായിരുന്നു. മാത്രമല്ല കള്ളക്കേസിൽ തന്നെയും സുഹൃത്തുക്കളെയും കുടുക്കിയ കോതമംഗലം SHO പ്രശാന്തിനെതിരെ പണി കൊടുക്കും എന്നുള്ളൊരു കാര്യവും ഭീഷണിയായി ഈ ഓഡിയോ സന്ദേശത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കേസും എടുത്തിരുന്നു. നേരത്തെ ആദ്യം ഈ കേസിന്റെ തുടക്കമെന്ന് പറയുന്നത് കോതമംഗലത്ത് ഒരു കല്യാണ പരിപാടിയിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും എത്തുകയും അവിടെ അനധികൃതമായി സംഘം ചേർന്നതിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന് പിന്നീട് ജാമ്യം ലഭിച്ചവർ പുറത്തിറങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ കോതമംഗലം SHO ആണെന്ന് അർജുൻ ആയങ്കിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു തുറന്ന കത്ത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടുകൊണ്ട് ഇത്തരത്തിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കത്തായിരുന്നു അത്. അതിലും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തു. ഈ കേസിൽ അർജുൻ ആയങ്കി നേരത്തെ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യം തേടി സമീപിച്ചു. പിന്നീട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ കോതമംഗലം ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയുള്ള സന്ദേശം വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ കാത്തിരുന്നോളൂ, അതിനുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് പ്രധാനമായും താനും തൻ്റെ സുഹൃത്തുക്കളും പ്രതികളായ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ വെല്ലുവിളി ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ആ കേസ് അന്വേഷിച്ച് താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഈ കള്ളക്കേസെടുത്ത കോതമംഗലം CI ആയിട്ടുള്ള പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അർജുൻ ആയങ്കി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ അങ്ങനെ നടപടിയെടുത്താൽ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഈ SHOയ്ക്കെതിരെ നടപടിയെടുത്താൽ നേരിട്ട് വന്ന് ആഭ്യന്തരമന്ത്രിയെ പൊന്നാട അണിയിക്കും. ഇനി അല്ലാതെ വിരട്ടാൻ നിൽക്കണ്ട, പാർട്ടി വേറെയാണ് എന്നുള്ളതാണ് അർജുൻ ആയങ്കി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ആ പോസ്റ്റിൽ അർജുൻ ആയങ്കിയെ പിന്തുണച്ചും എതിർത്തുമൊക്കെ കമൻറ്റുകളും വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കീഴടങ്ങുന്നതിന് പകരം അതിനു മുൻപ് തന്നെ ഈ അർജുൻ ആയങ്കിയെ ഒളിയിടത്തിൽ ചെന്ന് പിടിക്കാനുള്ള നീക്കമാണ് പ്രത്യേക ഈ പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് മുകളിൽ നിന്ന് തന്നെ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും വേഗം അർജുൻ ആയങ്കിയെ പിടിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യും. ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഭീഷണി അർജുൻ ആയങ്കി തുടരുകയാണ്. തീർച്ചയായും പോലീസിന് പിന്നാലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി എത്തിയിരിക്കുകയാണ്. താനും സുഹൃത്തുക്കളും പ്രതികളായ കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടാനാണ് അർജുൻ്റെ വെല്ലുവിളി ഉള്ളത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.